മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ഊർജിത നടപടികളുമായി സംസ്ഥാന സർക്കാർ. ഭൂമി ഏറ്റെടുക്കുന്നതിനായി എൽസ്റ്റൺ എസ്റ്റേറ്റിന് 26.5 കോടി രൂപ നഷ്ടപരിഹാരം അനുവദിച്ചു. ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 10 ലക്ഷം വീതം നഷ്ടപരിഹാരം നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അതേസമയം മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷ പരിപാടികൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്താനും തീരുമാനിച്ചു. ഭരണ നേട്ടങ്ങൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ അനുഭവവേദ്യമാക്കാനും വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താനും മേഖലാതല അവലോകന യോഗങ്ങളും സംഘടിപ്പിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, ഇന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം നിരവധി കാര്യങ്ങളിൽ തീരുമാനമെടുത്തു. അതിലൊന്നാണ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ഏറ്റെടുക്കുന്ന ഭൂമിക്കുള്ള നഷ്ടപരിഹാര തുക. രണ്ടാമത് സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട മേഖലാതല അവലോകന യോഗങ്ങൾ. തീർച്ചയായും സിജു, ഏതായാലും വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ ത്വരിതമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഏതായാലും വയനാട് മുണ്ടക്കൈ ചൂരൽ ദുരന്തത്തിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താലൂക്കിൽ അവിടെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്നും 64.40 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നത്. ഇവർക്ക് 26.56 കോടി രൂപ ഇതിന്റെ ഭാഗമായി തന്നെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാനാണ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുവാൻ വേണ്ടി തീരുമാനമായി. പുറമെ മറ്റൊരു തീരുമാനമാണ് കുട്ടികൾ. ശരി ഷീജ, ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആഘോഷ പരിപാടികൾ നടത്തും, മേഖലാതല അവലോകന യോഗങ്ങൾ നടത്തും. എല്ലാ യോഗങ്ങളിലും എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചെയ്യും.